എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ട് മായ സൈറ്റിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. വിശാഖം നക്ഷത്രക്കാരുടെ ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. Justice energy, 5 of Acorns, 2 of Acorns, 2 of Crystals, love and Chariot energy. ആദ്യം തന്നെ ജസ്റ്റിസ് ആൻഡ് ലവ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന സമയമാണ്. അതായത് ഒന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷനിലെ പ്രശ്നം, കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആവുന്നത്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, നമുക്ക് പക്ഷേ പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഓഫീസ് പൊളിറ്റിക്സ്, ഓഫീസ് സിറ്റുവേഷൻസോ എന്തെങ്കിലുമൊക്കെ വരികയാണ് എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയണം, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം എന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ആരോ വായ മൂടിക്കെട്ടിയ പോലത്തെ ഒരു ഫീലിംഗ്. അല്ലെങ്കിൽ നിങ്ങൾ അഥവാ പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരെ അതേ സ്പിരിറ്റിൽ എടുക്കാൻ പറ്റുന്ന രീതിയായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വേർഡ്സ് കറക്റ്റ്, നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക വേറെ എന്തെങ്കിലും ആയിരിക്കും വായിന്ന് പുറത്ത് വരുന്നത്. നമ്മൾ പറയും ചില ആളുകൾ വികട സരസ്വതി എന്നുള്ളത്. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് അല്ല, നിങ്ങളുടെ ത്രോട്ട് ചക്ര ബാലൻസ് ശരിയല്ലാത്ത സിറ്റുവേഷൻ. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും അങ്ങനെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ ഉദ്ദേശിച്ചതായിരിക്കില്ല പറയുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി ചെയ്യാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പോൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമായതുകൊണ്ട് നന്നായിട്ട് എക്സ്പ്രസീവ് ആകാൻ പറ്റും, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ചില സ്പിരിച്വൽ ബ്ലോക്സ് ഒക്കെ മാറിക്കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചില തീരുമാനങ്ങൾ, അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യവും ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ചില സിറ്റുവേഷനിലൊക്കെ ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനം എടുക്കേണ്ട. ഇതിന് വീട്ടിലായാലും ജോലിയിലാണെങ്കിലും ഇങ്ങനത്തെ ഈ ജോബ് അല്ലെങ്കിൽ ഇന്ന ആൾക്ക് കൊടുക്കാം എന്നുള്ള, അല്ലെങ്കിൽ ഇന്ന ആൾ ഇത് ചെയ്യട്ടെ, അത് നിങ്ങളുടെ ബോസ് ആയിരിക്കില്ല, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അതേ പൊസിഷനിൽ നിൽക്കുന്ന ആളായിരിക്കും. നീ ഇത് ചെയ്യാം, ഞാനിത് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ തീരുമാനിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ ദിസ് ടൈം ഇത് ഞാൻ ചെയ്തോളാം എന്നുള്ളത് തുറന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരിക്കും, അത്ഭുതമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളത്. പക്ഷെ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക വേണ്ടുന്ന സിറ്റുവേഷനിൽ. പിന്നെ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മാസമെങ്കിൽ വളരെ നല്ല രീതിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ എക്സ്പ്രസീവ് ആയതുകൊണ്ടും നിങ്ങളുടെ പലപ്പോഴായിട്ട് ചില കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് നമ്മളുടെ കഴിവുകൾ തുറന്ന് പറയാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെന്ന് പറയുന്ന വ്യക്തി ആരാണ്, നമ്മളെന്താണ് എന്നുള്ളത് തുറന്ന് സംസാരിക്കാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, ഇപ്പോൾ ചില ആളുകൾ അവർ വളർത്തിക്കൊണ്ട് വന്ന രീതിയായിരിക്കും നമ്മൾ വളരെ ലാളിത്യം അല്ലെങ്കിൽ വളരെ ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊച്ചാക്കി കാണിക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്കൊരു അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് അച്ചീവ്മെൻ്റ് ആണ്, അത് നിങ്ങൾ അച്ചീവ് ചെയ്ത കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഇന്നൊരു പൊസിഷനിൽ നിൽക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ കമ്പനിയിൽ ഹയർ പൊസിഷനിലേക്ക് പോയി, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി ഹയർ ഇതിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ. അത് തുറന്നു പറയുന്നതിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയുടെ ആവശ്യമില്ല. പക്ഷേ കൂടെ നിൽക്കുന്ന, ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് താഴെ നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഇൻസെക്യൂരിറ്റി കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ഡോക്ടറേറ്റ് എടുത്ത ഒരാളായിരിക്കും, പക്ഷേ കൂടെ നിൽക്കുന്ന വ്യക്തി ചിലപ്പോൾ അവർ ഒരു പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ താഴെയാണെന്നോ അങ്ങനെയുള്ള വ്യക്തികൾ നെഗറ്റീവ് എന്നുള്ളതല്ല. നല്ല ഇൻസെക്യൂരിറ്റീസ് ഇല്ലാതെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ, നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, അതായത് അതിൽ സന്തോഷിക്കുന്നു. പക്ഷെ ചില ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ അവർ താഴ്ന്നു പോയോ എന്നുള്ളൊരു അപകർഷതാ ബോധം ഉണ്ടാവും. അതിൽ നിന്നുണ്ടാകുന്ന അപകർഷതാ ബോധം മൂലം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർ റെസ്പെക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിൽ കളിയാക്കുന്ന രീതിയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെ താഴ്ത്തി കാട്ടുകയല്ല ലാളിത്യം എന്ന് പറയും. ലളിതമായിട്ടുള്ള ജീവിതം എന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള ഇത് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി
നിങ്ങൾക്ക് ആഡംബരം കാണിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും ഒരു തെറ്റല്ല ഒരിക്കലും. കാരണം ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ഒത്തിരി ബ്രാൻഡഡ് കാര്യങ്ങൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതല്ല, നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ജീവിക്കണമെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഇതൊന്നും മറ്റുള്ളവർ പറഞ്ഞു നന്നായിട്ട് ആവരുതെന്ന് മാത്രം. ഇവിടെ ജസ്റ്റിസ് എനർജി ആൻഡ് ലവ് എനർജിയാണ്. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു ഉപദേശമാണ് നിങ്ങളിലേക്ക് തരുന്നതെങ്കിൽ അതല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. മറിച്ച് അവരൊരു സപ്പോർട്ട്, ഒരു സജഷൻ അവർക്ക് തരാം. അല്ലാതെ ഇങ്ങനെ ചെയ്യണം എന്ന് ഇൻസ്ട്രക്ട് ചെയ്യാനായിട്ട് ആർക്കും നിങ്ങളുടെ ലൈഫിൽ അവകാശമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. 5 of Acorns and 2 of Crystals എനർജിയാണ്. ചില സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചില ആളുകൾ പറയും, നിങ്ങൾ എന്ത് ആണ് ഈ ഒരു പ്രസംഗം, ഇങ്ങനത്തെ സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ വേണ്ടുന്ന കാര്യങ്ങൾ പറയുക, അല്ലാണ്ട് ഉപദേശമല്ല എന്നുള്ളത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. കേൾക്കുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, ഇറിറ്റേറ്റഡ് ആവുന്നു എങ്കിൽ ലൈഫിൽ നിങ്ങൾ ആ ഒരു ഇതിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും പോസിറ്റിവിറ്റി. കാരണം 2 of Crystals and 5 of Acorns എനർജിയാണ് ലൈഫിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ടേക്ക് പോകും, കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവാൻ പറ്റുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ്, ലൈഫിൽ ബാലൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഇവിടെ വളരെയധികം സൂചിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കരിയർ സിറ്റുവേഷനിൽ. സോ കരിയർ സിറ്റുവേഷനിലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടെറിറ്ററി മാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷൻ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതേപോലെ ഒരു പ്രോഗ്രസ് വരുന്നുണ്ട്, പുതിയ ഡയറക്ഷനിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയൊരു പാതയിലേക്കാണ് കരിയറിൽ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ പഠിച്ച ഒരു ജോലി ആയിരിക്കില്ല ചിലപ്പോൾ, അത് നിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് സർട്ടിഫിക്കേഷൻ എടുത്തതായിരിക്കില്ല. പതുക്കെ ആ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് കയറിയതായിരിക്കും. പിന്നെ അതിൽ നിങ്ങൾ ഉയരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇംപേഷ്യൻസ്, നിങ്ങളുടെ ഉള്ളിലുള്ളതൊക്കെ മാറിക്കിട്ടുന്നു, സെൽഫ് ഡൗട്ട് മാറിക്കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ടോട്ടലി ആ ഒരു ഫീൽഡ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ട്രീം അല്ലെങ്കിൽ ആ ഫീൽഡിൽ നിന്ന് മാറി പുതിയൊരു ഫീൽഡിലേക്ക് മാറാം. പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഫീൽഡിൽ നിന്ന് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇതിലേക്ക് മാറാനുള്ള അവസരവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വരുന്നുണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ 5 of Acorns Chariot എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി 5 of Acorns എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഇപ്പോൾ 5 of Acorns എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ ലെപ്പേർഡ് എനർജിയാണ്, പ്രോബ്ലം സോൾവറാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ പൊതുവേ നിങ്ങളത് അവഗണിച്ച് വിട്ടിരുന്ന ഒരാളാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ്. നിങ്ങൾ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യുന്നില്ല, മറിച്ച് അതിനെ അഭിമുഖീകരിക്കുകയാണ്, ചാലഞ്ചസിനെ അതിജീവിച്ച് അത് സോൾവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു നെക്സ്റ്റ് ഫേസിലേക്ക് എത്തുകയാണ്. അത് ഗ്രോത്താണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ടും ഒത്തിരി മുന്നേറ്റം കാണിക്കുന്നു എന്നുള്ളതാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ലൈഫിലുള്ളവർ അതിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറച്ച് നാളായിട്ട് പോകുന്നു, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ. ഇപ്പോൾ ലവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അടുത്തിടയ്ക്ക് വിവാഹം കഴിഞ്ഞ ആളുകളായിരിക്കും, 1-2 വർഷം ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് സാധ്യത കൂടുതലാണ് വെൻ രണ്ടാമത് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളുകളുടെ ഇടയിൽ മൂന്നാമതൊരാൾ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച്, നിങ്ങളുടെ വളരെ പേഴ്സണൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് അഡ്വൈസ് ചോദിക്കുമ്പോൾ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുണ്ടാവാം. അത് നിങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കണം അതിൽ ഇൻവോൾവ്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും മാത്രം അറിയേണ്ടുന്ന ഒരു കാര്യമായിരിക്കണം അത്. മൂന്നാമതൊരാളോട് ചോദിക്കുമ്പോൾ ആ വ്യക്തി ബയാസ്ഡ് ആവാൻ ചാൻസ് വളരെ കൂടുതൽ. ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ നിങ്ങളോട് ബയാസ്ഡ് ആവും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ സുഹൃത്താണെങ്കിൽ അവരോട്, അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിൽ പ്രത്യേകിച്ച്. അല്ലാത്തവരും ഉണ്ട്, പക്ഷേ കൂടുതൽ ആളുകളും ഈ ഒരു രീതിയിലുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾ തന്നെ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക. നെഗറ്റിവിറ്റീസ് മൈൻഡിൽ വയ്ക്കാതെ ഒരു തുറന്ന മനസ്സോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ 5 of Acorns Chariot എനർജി സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. മത്സര പരീക്ഷകൾ കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ സർക്കാർ ജോലി, മറ്റെന്തെങ്കിലും തരത്തിൽ ജോലി സംബന്ധമായിട്ടൊക്കെ പരീക്ഷകളൊക്കെ എഴുതാൻ വളരെ നല്ലൊരു സമയമാണ്. അതിന് സെൽഫ് എംപവർമെൻറ്റ്, ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വളരെ ശുഷ്കാന്തിയോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി പ്രായമായിട്ടുള്ള ആളുകളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വീട്ടമ്മമാർ, വീട്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവരാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ഉള്ളിലും ആ ഒരു ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നല്ലൊരു ദിശയിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ്.
അപ്പോൾ ലാക്ക് ഓഫ് ഡിറക്ഷൻ നിന്ന് മാറി ഒരു പുതിയ പാതയിലേക്ക് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. 2 ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ലവ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇൻസൈറ്റ് ആണ്, ഫോക്കസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് പേർപ്പസ് മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാകാം ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിനെ കുറിച്ചിട്ടുള്ള ഫോക്കസ് ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ലൈഫ് ജനറലി, അപ്പോൾ ജീവിതത്തിൽ ഒരു പീസ് ഓഫ് മൈൻഡ്, മനസ്സമാധാനം, തീരുമാനങ്ങൾ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രാക്ടിക്കലായിരിക്കും ചില സിറ്റുവേഷനിൽ, ചില സിറ്റുവേഷനിൽ ഇമോഷണലായിരിക്കും, ചില സാഹചര്യത്തിൽ സ്പിരിച്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.